അധ്യായം 44. അദ്ദുഖാൻ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 59. പുക എന്നാണ് ദുഖാന്റെ ഭാഷാർത്ഥം. 10-ാം സൂക്തത്തിലാണ് പ്രസ്തുത പദമുള്ളത്. തൊട്ടു മുമ്പുള്ള അധ്യായം അവതരിച്ച കാലത്തു തന്നെയാണ് ഇതിന്റെയും അവതരണം. മക്കയെ ബാധിച്ച ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ശത്രുക്കൾ പ്രവാചകനെ സമീപിച്ച് സഹായം തേടി. ഈ ഘട്ടത്തിൽ അവരുടെ മുമ്പിൽ സത്യത്തെ സയുക്തികം സമർപ്പിക്കുന്നു ഈ അധ്യായം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം. സുവ്യക്തമായ വേദപുസ്തകം തന്നെ സത്യം. അനുഗ്രഹീതമായ ഒരു രാവിലാണ് നാം ഇതിറക്കിയത്. തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാണ്. ആ രാവിൽ യുക്തിപൂർണമായ സകല സംഗതികളും വേർതിരിച്ച് വിശദീകരിക്കുന്നതാണ്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണിത്. നാം ആവശ്യാനുസൃതം ദൂതന്മാരെ നിയോഗിക്കുന്നവനാണ്. നിന്റെ നാഥനിൽ നിന്നുള്ള അനുഗ്രഹമാണിത്. തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളവയുടെയും നാഥനാണവൻ. നിങ്ങൾ അടിയുറച്ചു വിശ്വസിക്കുന്നവരെങ്കിൽ നിങ്ങൾക്കിത് ബോധ്യമാകും. അവനല്ലാതെ ദൈവമില്ല. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെയും നാഥനാണ്. എന്നിട്ടും അവർ സംശയത്തിലകപ്പെട്ട് ആടിക്കളിക്കുകയാണ്. അതിനാൽ ആകാശം തെളിഞ്ഞ പുക വരുത്തുന്ന നാൾ വരെ കാത്തിരിക്കുക. അത് മനുഷ്യരാശിയെയാകെ മൂടിപ്പൊതിയും. ഇത് വേദനയേറിയ ശിക്ഷ തന്നെ. അപ്പോഴവർ പറയും, ഞങ്ങളുടെ നാഥ, ഞങ്ങളെ ഈ ശിക്ഷയിൽ നിന്ന് ഒന്നൊഴിവാക്കിത്തരണമേ. തീർച്ചയായും ഞങ്ങൾ വിശ്വസിച്ചുകൊള്ളാം. ഉദ്ബോധനം എങ്ങനെയാണവർക്ക് ഉപകരിക്കുക? എല്ലാം വ്യക്തമാക്കിക്കൊടുക്കുന്ന ദേവദൂതൻ അവരുടെ അടുത്തെത്തിയിരുന്നു. അപ്പോൾ അവരദ്ദേഹത്തെ അവഗണിച്ച് പിന്തിരിയുകയാണുണ്ടായത്. അവരിങ്ങനെ പറയുകയും ചെയ്തു, ഇവൻ പരിശീലനം ലഭിച്ച ഒരു ഭ്രാന്തൻ തന്നെ. തീർച്ചയായും നാം ശിക്ഷ അല്പം ഒഴിവാക്കിത്തരാം. എന്നാലും നിങ്ങൾ പഴയപടി എല്ലാം ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു നാൾ കുതറിമാറാനാവാത്ത വിധം കൊടും പിടുത്തം നടക്കും. തീർച്ചയായും അന്നാണ് നാം പ്രതികാരം ചെയ്യുക. ഇവർക്ക് മുമ്പ് ഫിർഔന്റെ ജനതയെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ആദരണീയനായ ദേവദൂതൻ അവരുടെ അടുത്തു ചെന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ എനിക്ക് വിട്ടുതരിക. ഞാൻ നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായ ദേവദൂതനാണ്. നിങ്ങൾ അല്ലാഹുവിനെതിരെ ധിക്കാരം കാണിക്കരുത്. ഉറപ്പായും ഞാൻ വ്യക്തമായ തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാം. ഞാനിതാ എന്റെയും നിങ്ങളുടെയും നാഥനിൽ ശരണം തേടുന്നു, നിങ്ങളുടെ കല്ലേറിൽ നിന്ന് രക്ഷ കിട്ടാൻ. നിങ്ങൾക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ എന്നിൽ നിന്ന് വിട്ടകന്നു പോവുക. ഒടുവിൽ അദ്ദേഹം തന്റെ നാഥനെ വിളിച്ചു പറഞ്ഞു, ഈ ജനം കുറ്റവാളികളാകുന്നു. അപ്പോൾ അല്ലാഹു പറഞ്ഞു, എന്റെ ദാസന്മാരെയും കൊണ്ട് രാത്രി തന്നെ പുറപ്പെടുക. അവർ നിങ്ങളെ പിന്തുടരുന്നുണ്ട്. സമുദ്രത്തെ അത് പിളർന്ന അവസ്ഥയിൽ തന്നെ വിട്ടേക്കുക. സംശയം വേണ്ട, അവർ മുങ്ങിയൊടുങ്ങാൻ പോകുന്ന സൈന്യമാണ്. എത്രയെത്ര ആരാമങ്ങളും അരുവികളുമാണവർ വിട്ടേച്ചു പോയത്. കൃഷിയിടങ്ങളും മാന്യമായ മണിമേടകളും. അവർ ആനന്ദത്തോടെ അനുഭവിച്ചു പോന്ന എന്തെല്ലാം സൗഭാഗ്യങ്ങൾ. അങ്ങനെയായിരുന്നു അവയുടെ ഒടുക്കം. അതൊക്കെയും നാം മറ്റൊരു ജനതയ്ക്ക് അവകാശപ്പെടുത്തിക്കൊടുത്തു. അപ്പോൾ അവർക്കു വേണ്ടി ആകാശമോ ഭൂമിയോ കണ്ണീർ വാർത്തില്ല. അവർക്കൊട്ടും അവസരം നൽകിയതുമില്ല. ഇസ്രയേൽ മക്കളെ നാം നിന്ദ്യമായ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു. ഫിർഔനിൽ നിന്ന്. അവൻ കടുത്ത അഹങ്കാരിയായിരുന്നു, അങ്ങേയറ്റം അതിരുകടന്നവനും.
അവരുടെ നിജസ്ഥിതി അറിഞ്ഞുകൊണ്ടുതന്നെ നാം അവരെ ലോകത്താരേക്കാളും പ്രമുഖരായി തെരഞ്ഞെടുത്തു. പ്രകടമായ പരീക്ഷണം ഉൾക്കൊള്ളുന്ന പല ദൃഷ്ടാന്തങ്ങളും അവർക്ക് നൽകി. ഇക്കൂട്ടരിതാ പറയുന്നു, നമുക്ക് ഈ ഒന്നാമത്തെ മരണമല്ലാതൊന്നുമില്ല, നാം ഇനി ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയുമില്ല. അങ്ങനെ സംഭവിക്കുമെങ്കിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കളെയെങ്ങ് ഉയിർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക, നിങ്ങൾ സത്യവാൻമാരെങ്കിൽ. ഇവരാണോ കൂടുതൽ വമ്പന്മാർ, അതോ തുബ്ബായിന്റെ ജനതയും അവർക്ക് മുമ്പുള്ളവരുമോ? അവരെയൊക്കെ നാം നശിപ്പിച്ചു, കാരണം അവർ കുറ്റവാളികളായിരുന്നു. നാം ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവയെയും വെറും വിനോദത്തിന് വേണ്ടി സൃഷ്ടിച്ചതല്ല. തികഞ്ഞ യാഥാർത്ഥ്യത്തോടെയല്ലാതെ നാം അവയെ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഇവരിലേറെ പേരും ഇതൊന്നും അറിയുന്നില്ല. ആ വിധി തീർപ്പിന്റെ നാളിലാണ് അവരുടെയൊക്കെ ഉയിർത്തെഴുന്നേൽപ്പുണ്ടാവുന്ന നിശ്ചിത സമയം. അന്നാളിൽ ഒരു കൂട്ടുകാരനും തന്റെ ഉറ്റവനെ ഒട്ടും ഉപകരിക്കുകയില്ല, ആർക്കും ഒരുവിധ സഹായവും ലഭിക്കുകയുമില്ല. അല്ലാഹു അനുഗ്രഹിച്ചവർക്കൊഴികെ. തീർച്ചയായും അവൻ പ്രതാപിയാണ്, പരമദയാലുവും. നിശ്ചയമായും സക്കൂം വൃക്ഷമാണ് പാപികൾക്കാഹാരം. ഉരുകിയ ലോഹം പോലെയാണത്, വയറ്റിൽ കിടന്ന് അത് തിളച്ചുമറിയും. ചുടുവെള്ളം തിളയ്ക്കും പോലെ. നിങ്ങൾ അവനെ പിടിക്കൂ, എന്നിട്ട് നരകത്തിന്റെ മധ്യത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകൂ. പിന്നെ അവന്റെ തലയ്ക്കു മുകളിൽ തിളച്ച വെള്ളം കൊണ്ടുപോയി ഒഴിക്കൂ. ഇത് ആസ്വദിച്ചുകൊള്ളുക. തീർച്ചയായും നീ ഏറെ പ്രതാപിയും മാന്യനുമാണല്ലോ. നിങ്ങൾ സംശയിച്ചുകൊണ്ടിരുന്ന അക്കാര്യമില്ലേ, അതുതന്നെയാണിത് തീർച്ച. എന്നാൽ ഭക്തി പുലർത്തിയവർ ഭീതിയേതുമില്ലാത്ത ഒരിടത്തായിരിക്കും, ആരാമങ്ങളിലും അരുവികളിലും. അവർ അഴകാർന്ന പട്ടുവസ്ത്രവും കസവു തുണിയും അണിയും. അവർ അഭിമുഖമായാണിരിക്കുക. വിശാലാക്ഷികളായ തരുണീമണികളെ നാം അവർക്ക് ഇണകളാക്കിക്കൊടുക്കും. ഇതാണവരുടെ അവസ്ഥ. അവരവിടെ സ്വസ്ഥതയോടെ പലവിധ പഴങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ആദ്യത്തെ മരണമല്ലാതെ മറ്റൊരു മരണം അവർക്കവിടെ അനുഭവിക്കേണ്ടി വരില്ല. അല്ലാഹു അവരെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. നിന്റെ നാഥനിൽ നിന്നുള്ള അനുഗ്രഹമാണത്. അതുതന്നെയാണ് അതിമഹത്തായ വിജയം. നിനക്ക് നിന്റെ ഭാഷയിൽ ഈ വേദപുസ്തകത്തെ നാം വളരെ ലളിതമാക്കി തന്നിരിക്കുന്നു, ജനം ചിന്തിച്ചറിയാൻ. അതിനാൽ നീ കാത്തിരിക്കുക, അവരും കാത്തിരിക്കുന്നുണ്ട്.